ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ഉള്ളിയിൽ നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കുറച്ച് മുളക് പൊടി, കുറച്ച് ഫിഷ് മസാല, പിന്നെ ചെമ്മീൻ, പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു 10-15 ചെറിയുള്ളി നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു അര സ്പൂണ് ഉലുവ. നമുക്ക് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പം നമുക്കൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ ഒരു 10-15 അടിച്ചിന്, അത് നല്ല നൈസാക്കി മുറിച്ചതാണ്. തീയൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നല്ലതായിരിക്കും, എന്നാലും ഞാനൊന്നും ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് ആക്കുന്നതാണ്. നമ്മളില്ലേ പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ഇത് സിമ്മിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊടികൾ വേറെ കരിഞ്ഞു പോകും. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, മുളക് പൊടി ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെമ്മീന് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യണേ. ചെമ്മീൻ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ച വെള്ളമില്ല, അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. ഇതൊന്ന് ഫുള്ളിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കൂട്ടുകാരെ, ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഇത് കുറച്ച് സമയം മൂടി വെച്ച് ഇത് ഒന്ന് വറ്റി വരണം. എന്നിട്ട് കാണിച്ചു തരാം. ഇത് തുറന്ന് നോക്കാതെ വറ്റി വരുന്നുണ്ട്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പില്ല, ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേർപെട്ടെ. അത് വെള്ളം ഒന്ന് വറ്റി വരട്ടെ, എന്നിട്ട് കാണാം. അപ്പൊ കൂട്ടുകാരെ, നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് മല്ലിയിലയും ഉള്ളിയും കരിവേപ്പിലെല്ലാം ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്.
അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോയ്ക്ക് നാളെ കാണാം. ബൈ.